നേരം കയറി ഇറങ്ങി ഫയൽ നമ്മൾ ഉന്തണം, സെക്രട്ടേറിയറ്റിൽ വന്ന് ഉന്തണം. അപ്പോൾ 1 മാസത്തിൽ തരും. ഇന്ന് മന്ത്രിമാരും മറ്റാളുകൾ പറയുന്നിട്ടാ തോന്നും കേന്ദ്രവും കേരളവും തമ്മിലുള്ള ചെറിയൊരു തർക്കത്തിന്റെ പേരിൽ പൈസ മുടങ്ങിയത് കൊണ്ട്, ബ്രാൻഡിങ്ങിന്റെ പേരിൽ ഒരു ചെറിയ തർക്കം വന്നതുകൊണ്ടാണ് ആദ്യമായി മുടങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, ഒരിക്കലും ഇനി മുടക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് ഇവിടെ സമരത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 3 മാസത്തെ കുടിശ്ശിക കിട്ടിയില്ലേ, നിങ്ങൾക്ക് മതിയായില്ലേ, സമരം വിജയിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അത് വിജയിച്ചില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റിയത് അതുകൊണ്ടാണ്. അത് വിജയിച്ചിട്ടില്ല, അത് ഞങ്ങളൊരു താൽക്കാലിക ആശ്വാസം മാത്രം. ആശ്വാസത്തെ ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങളിവിടെ ഒന്ന് സമരം ചെയ്യുന്നില്ലെങ്കിൽ അത് കിട്ടില്ലെന്നറിയാം. ഈ 7000 രൂപ ഓണറേറിയം, 232 രൂപ ദിവസവേതനം എന്ന് പറയുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്. 7000 രൂപ കിട്ടുന്നില്ല. 7000 രൂപ ഒരാൾക്കും കിട്ടുന്നില്ല, വളരെ അപൂർവം പേർക്ക് കിട്ടുള്ളൂ. മാനദണ്ഡമുണ്ട്, 10 മാനദണ്ഡം. ഓരോ മാനദണ്ഡത്തിനും 700 രൂപ വെച്ച് വെട്ടിക്കുറയ്ക്കും എന്ന് പറഞ്ഞാൽ അതുമില്ല. അപ്പൊ ഇത് അന്യായമല്ലേ? അപ്പോ ഈ രീതിയിൽ മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ 4-5 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമാണ്. ഈ സമരവേദി നടക്കുമ്പോൾ വീണ ജോർജ് പറയുന്നത് നിങ്ങളുടെ മാനദണ്ഡങ്ങൾ പിൻവലിക്കുമെന്ന്. അതും ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു വിജയം തന്നെയാണ്. ചെയ്തിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് എൻട്രി ചെയ്യാൻ ഈസിമാണെന്നൊരു പ്രോസസ്, അത് പണി ചെയ്ത് 2 മാസം കഴിയുമ്പോഴാണ് അത് ഓപ്പൺ ആകുന്നത്. പക്ഷേ ഇവിടെ സമരം തുടങ്ങിയതിനു ശേഷം ഈ മാർച്ച് മാസം ആ ഈസിമാന്റെ പോർട്ടൽ ആദ്യമായി ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇത് ഞങ്ങളുടെ നേട്ടം തന്നെയാണ്. മാത്രമാണോ, കേരളത്തിലെ ആശാ വർക്കർമാർ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരു കുടക്കീഴിൽ അണിനിരന്നിരിക്കുന്നു. അത് വലിയൊരു വിജയമാണ്. ചിതറി തെറിച്ചു നിന്ന ആളുകൾ ഒരു കുടക്കീഴിലായിരിക്കുന്നു. രാഷ്ട്രീയമല്ല, കക്ഷി രാഷ്ട്രീയമല്ല വലുത്, ഞങ്ങളുടെ ജീവിതമാണ് വലുത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ ആക്ഷേപിച്ചൊറ്റപ്പെടുത്താൻ ശ്രമിച്ചു. എന്തെങ്കിലും സംഭവിച്ചോ? യസ്മിനി ആരാണെന്ന് ചോദിക്കുക. എന്താ എത്ര ചോദിക്കുക? ആരായാലും എന്താണ്, ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡാണ് പ്രധാനം. ഈ സമരവേദിയിലേക്ക് കിടന്ന് പിന്തുണയ്ക്കാൻ വന്ന ആളുകളുടെ കളർ നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ കളർ പ്രശ്നമല്ല, സമരം ചെയ്തു. ഏതെങ്കിലും കളറുമായിട്ട് വരുന്നവരുടെ ഉത്തരവാദിത്വമാണ് അവരുടെ ധാർമ്മികത അവിടെ തെളിയിക്കേണ്ടുന്നത്. നിങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആശാവർക്കർമാർക്ക് അർഹമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഓണറേറിയം ഇൻസെന്റീവ് സമയബന്ധിതമായി കൊടുത്തുകൊണ്ട്, അവരെ തൊഴിലാളിയായി അവർക്ക് വേണ്ടുന്ന മറ്റ് പരീക്ഷകൾ കൊടുത്തുകൊണ്ട് വേണം നിങ്ങളുടെ ധാർമ്മിക പിന്തുണ നിങ്ങൾ അടിവരയിടാൻ. അത് ഏത് പാർട്ടിയാണെങ്കിലും. കേന്ദ്രം ഭരിക്കുന്നവരോട് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രത്യേകിച്ച് പ്രീതിപ്പെടുത്തുവാനോ പുറത്താക്കി നിർത്തുവാനോ പരിശ്രമിച്ചില്ല. പക്ഷേ ഞങ്ങളുടെ മേൽ ഒരുപാട് ആരോപണങ്ങൾ ചൊരിഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളത്, ആശാ വർക്കർ എന്ന് പറയുന്ന ഈ വർക്കർമാരുടെ സംഘടന, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ധാർമ്മികമായി പിന്തുണ നൽകാൻ ഏതൊരാൾക്കും കടന്നു വരാം, ഈ വേദിയിലേക്ക് കടന്നു വരാം. പക്ഷെ ഇത് ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനുള്ള വേദിയാക്കലെന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആശാ വർക്കർമാരുടെ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സംസാരിക്കുക, മറ്റു കാര്യങ്ങൾ മറ്റു വേദികൾ നിങ്ങൾ കണ്ടെത്തുക എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കെങ്കിലും അതൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ ദയവായി അത് ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം അത്രമേൽ സമ്മർദ്ദത്തിലാണ് ഈ 27 ദിവസമായി ഈ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ ഈ സ്ത്രീകൾ അതിജീവന സമരം നടത്തുന്നത്. അതിനെ തകർക്കരുത്, തകർക്കാൻ ആരെയും അനുവദിക്കരുത്. ഇന്നിപ്പോൾ വലിയൊരു കൂട്ടായ്മയായി നമ്മുടെ ഈ പ്രക്ഷോഭം മാറിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ സമരവും നടക്കാതെ ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം ഇന്ന് രാജ്യമെമ്പാടും ആളുകൾ ആവശ്യപ്പെടുന്നു. അംഗൻവാടി ഹെൽപ്പർമാർ സമരവുമായി രംഗത്ത് വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളിലെ സമാനമായി. അപ്പോ രാജ്യമെമ്പാടും ഒരു പ്രക്ഷോഭത്തിന് കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഉത്തർപ്രദേശിൽ ചോദിച്ചൂടെ എന്ന് ചോദിക്കുക. ഉത്തർപ്രദേശിലല്ല, അവിടെയുള്ള തൊഴിലാളികൾ ചോദിക്കും. കേരളത്തിൽ 232 രൂപ കഴിയില്ല. കാരണം പശ്ചിമ ബംഗാളിൽ നിന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ ഈ സംസ്ഥാനത്തേക്ക് അവിടെ 350 രൂപ കൂലി വാങ്ങുന്ന ആളുകൾ, ആ തൊഴിലാളികൾ ഇവിടെ വന്ന് 1000 രൂപയും 1200 രൂപയും കൂലി വാങ്ങുന്ന നാടാണ് കേരളം. അപ്പൊ കേരളത്തിലെ ആശാവർക്കർ 250 രൂപ വാങ്ങിയിട്ട് 100 രൂപ വാങ്ങുന്ന ഉത്തർപ്രദേശിനെ നിങ്ങൾ താരതമ്യം ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവിടെ നിങ്ങൾ കൊടുക്കണം, നിങ്ങൾ മനുഷ്യനായി പരിഗണിക്കണം, നിങ്ങൾ സ്ത്രീകളെ കരുതണം. ഈ വനിതാ ദിനത്തിൽ ഈ കേരളത്തിലെ സ്ത്രീകൾ, ഈ ആശാവർക്കർമാർ തെരുവിൽ കിടക്കുമ്പോൾ നിങ്ങൾ എന്ത് സ്ത്രീ സുരക്ഷയെ കുറിച്ചാണ് പറയുന്നത്? വനിതാ ജംഗ്ഷൻ നടക്കുന്നു, പഞ്ചായത്ത് ലക്ഷങ്ങൾ വനിതാ ജംഗ്ഷന്
വനിതാ മതിൽ കെട്ടുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. വനിതാ മതിൽ ഇപ്പോൾ അതെല്ലാം കിടന്ന് വനിതകൾക്ക് വേണ്ടി വാദോരാതെ പറയാ, സ്ത്രീപക്ഷമാകണം, ഹൃദയപക്ഷമാകണം. ഈ തെരുവിൽ കിടക്കുന്ന ആശാവർക്കർമാരെ ഗവൺമെന്റ് ഹൃദയത്തോട് ചേർത്ത് വെക്കണം. കാരണം ഇത് പോരാളികൾ, കോവിഡ് പോരാളികൾ. നിങ്ങൾ പറഞ്ഞ കോവിഡ് ഈ കാലാൾപ്പടയെ നിങ്ങൾ സംരക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്നു വന്ന മുഴുവൻ ആളുകൾക്കും, ഇതിനെ പിന്തുണച്ചു വന്ന മുഴുവൻ സംഘടനകൾക്കും, മാധ്യമ സുഹൃത്തുക്കൾക്കും, ആരുടെയെങ്കിലും പേര് പ്രത്യേകം പരാമർശിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. അതല്ല അക്ക വിട്ട് പറഞ്ഞു പോകുന്നത് ഞങ്ങൾ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം പെമ്പിളവരുമായി സമരം ആരംഭിച്ചതും 232 രൂപ കൂലി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. അവർ ഞെട്ടിപ്പോയി. ഇവിടെ ഒന്ന് 10 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്നു 232 രൂപ പോരാ, വർദ്ധിപ്പിക്കണമെന്ന്. 10 വർഷം മുമ്പ് മൂന്നാറിലെ തോട്ടങ്ങളിൽ ആ ലയങ്ങളിൽ 232 രൂപ അത് പോരാ എന്ന് പറഞ്ഞു. അന്ന് അവർ സമരം ചെയ്യുന്ന ആദ്യ ദിവസം മുതൽ അവരെ പിന്തുണയ്ക്കാൻ വന്ന ആളുകൾ, അത് കോൺഗ്രസ്സുകാർ വന്നാൽ പറയും കോൺഗ്രസ് ഏറ്റെടുത്തു, അത് സംസാരിക്കും, ഞാൻ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഈ സമരത്തിന് നാളെ എന്തൊക്കെ പറയുന്നവരെ ഗോമതി പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് അക്ഷരം പറഞ്ഞ് നടക്കുക. അപ്പൊ ഇത് ഒരേ പാറ്റേണിൽ ഇങ്ങനെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. തൊഴിൽ സമരങ്ങളെ, തൊഴിലാളി സമരങ്ങളെ, പ്രത്യേകിച്ചും സ്ത്രീകൾ നടത്തുന്ന സമരങ്ങളെ അരികവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പിന്നോട്ടടിക്കപ്പെട്ട വിഭാഗം എന്ന നിലയിൽ സ്ത്രീകളൊന്ന് കരുത്തു നേടി ഉയർന്നു വരാൻ പരിശ്രമിച്ചാൽ അവരെ എത്രത്തോളം ചവിട്ടി പുറത്താക്കാമെന്ന് നോക്കിക്കൊണ്ട് പിന്നോട്ടടിക്കുവാൻ നടത്തുന്ന പരിശ്രമങ്ങളിൽ ഇവരെടുത്തുകൊണ്ടിരിക്കുന്ന നടപടികൾ ഒരേ പാറ്റേൺ തന്നെയാണ്. അത് ഗോമതി ഇവിടെ വിശദീകരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഗോമതിയെ ഈ ആശാ വർക്കർമാർ വളരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. കാരണം ഞങ്ങളുടെ കൂടെയുള്ള ആളാണ് ഗോമതി. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് പിന്തുണയുമായി അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടനയുടെ സംസ്ഥാന നേതാവ് ശ്രീമതി മേരി ഹിൽഡ എത്തിയിട്ടുണ്ട്, ഇവിടെ ഈ വേദിയിലുണ്ട്. അവർ തമിഴ്നാട്ടിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ കേരളത്തിൽ നടക്കുന്ന സമരം ഞാൻ ആദ്യമേ പറഞ്ഞു, അതൊരു ദേശീയ മാനം. പല സംസ്ഥാനങ്ങളിലും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി സംഘടനകൾ ഇതിനോടകം പരിപാടികൾ നടത്തി കഴിഞ്ഞു. തമിഴ്നാട്ടിൽ അവർ നടത്തിയതാണ്. മേരിയെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് സൗഭാഗ്യകുമാരി, അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടനയുടെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റാണ്. നമ്മുടെ ഈ സമരത്തിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ ഈ സമരത്തോടൊപ്പം ചേർന്നുകൊണ്ട്, ആശമാരോടൊപ്പം ചേർന്നുകൊണ്ട് പാട്ടും സംഗീതവും ഭക്ഷണവും ഒക്കെ ഒന്നിച്ച് ഉറങ്ങി ഈ തെരുവിൽ ഉറങ്ങിക്കൊണ്ട് ഈ സമരത്തോടൊപ്പം ഐക്യപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി സൗഭാഗ്യകുമാരി ഏവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യും. കഴിഞ്ഞ 27 ദിവസമായി നടക്കുന്ന ഈ അതിജീവന രാപ്പകൽ സമരം അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ആശമാരോടൊപ്പം ആയിരിക്കുക എന്ന വളരെ മഹത്വപൂർണമായൊരു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ആശമാർ അതിജീവന സമരത്തിലാണ്. ഈ കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ ഭരിക്കുന്ന പാർട്ടിയുടെ ഏതാനും ആളുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും ഈ സമരത്തോടൊപ്പം ഐക്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഐക്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തോടൊപ്പം ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു അഭിമാനമായി കാണുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കാണുന്നത്. ഈ വഴിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ, മറ്റാവശ്യങ്ങൾക്ക് പോകുന്നവർ പോലും ഇവിടെ വാഹനം നിർത്തി വന്നൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പോകുവാൻ, ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുവാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നും വീട്ടമ്മമാർ പറഞ്ഞു വിട്ടു, ഇവിടെയും കൂടെ കയറിയിട്ടേ വരാവൂ എന്ന് പറഞ്ഞ് പുരുഷന്മാർ വന്ന് ഇവിടെ ഒന്ന് ഞങ്ങളോടൊപ്പം ഐക്യപ്പെട്ടിട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ ഇതൊരു വെറും ഒരു കൂലിക്കൂടുതലുള്ള ഒരു സമരമല്ലാതായി ഈ സമരം പുതിയ മാധ്യമങ്ങളെ, ഈ ജനങ്ങൾ നൽകിയ പിന്തുണ, മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന നിർലോഭമായ പിന്തുണയാണ് ഞങ്ങളുടെ ഈ ഡിമാൻഡിനെ, ഈ അതിജീവനത്തെ ലോകത്തിന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചത്. ഞാൻ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഈ സമരം തുടങ്ങി തുടക്കത്തിൽ ധാരാളം തെറ്റിദ്ധാരണകൾ നമ്മുടെ സമരത്തെക്കുറിച്ച് ഇവിടെ പ്രചരിക്കുകയുണ്ടായി. ഓരോ ദിവസവും ഞങ്ങൾ കടന്നുപോയത് വളരെയധികം ടെൻഷൻ നിറഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ തുടക്കത്തിൽ. കാരണം കൂലി കൂടുതൽ ചോദിച്ചു എന്നത് മാത്രമാണ് ഞങ്ങൾ ചെയ്ത കാര്യം. പക്ഷേ ആ കൂലി കൂടുതൽ ചോദിച്ചതിന് എതിർപക്ഷത്തു നിന്ന് ധാരാളം വിശദീകരണങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞങ്ങളുടെ സമരസമിതിക്ക് മേൽ ചൊരിഞ്ഞു. ആ സമരസമിതിക്ക് മേൽ ചൊരിഞ്ഞതിനൊക്കെ ഞങ്ങളാൽ ആവും വിധം
മറുപടി കൊടുക്കുവാനും അതിനകത്തുള്ള കൺഫ്യൂഷൻ തീർക്കുവാനും ഒക്കെ പരിശ്രമിച്ചെങ്കിലും അത് കൂടുതൽ തലങ്ങളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഇന്നിപ്പോൾ എനിക്കറിയാം ഒരാൾക്കും ഒരു കൺഫ്യൂഷനുമില്ല, എല്ലാവരുടെയും കൺഫ്യൂഷൻ തീർന്നു. അതുകൊണ്ടാണ് കവി കെ സച്ചിദാനന്ദൻ പറഞ്ഞത്, എനിക്ക് പല തെറ്റിദ്ധാരണകളും തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരു നെല്ലിട പോലും സംശയമില്ലാത്തവണ്ണം അതെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സന്ദേശം അയച്ചിരിക്കുന്നു. ധാരാളം ആളുകൾ ദേശീയ രംഗത്തും അന്തർദേശീയ രംഗത്തും അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ, സംഘടനകൾ നമുക്ക് പിന്തുണയായും സന്ദേശമായും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരം അത് ആശാവർക്കറുടെ മാത്രമല്ല, പണിയെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു അതിജീവന സമരമായി മാറിയിരിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീമതി എം എ ബിന്ദുവിനെ ഇന്നത്തെ വനിതാ സംഗമത്തിന്റെ പേരിൽ എല്ലാവർക്കും